ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രശ്ന പരിഹാരത്തിനും ഉയർന്ന പരിഗണന നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നെടുങ്കയം ഉന്നതിയിലെ അംഗനവാടിയും കമ്മ്യൂണിറ്റി ഹാളും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥലപരിമിതി പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെടുങ്കയം ഉന്നതിയിൽ സന്ദർശനത്തിനെത്തിയ മന്ത്രിയുടെ മുൻപാകെ ഉന്നതിയിലെ കുടുംബങ്ങൾ ഉന്നയിച്ച മിക്ക പരാതികളും പരിഹരിക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. +2 ഡിഗ്രി കഴിഞ്ഞ ഉന്നതിയിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നെടുങ്കയം ഉന്നതിയിലെ കുടിവെള്ള ടാങ്ക് ITDP കോർപ്പസ് ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു നൽകും. ഗോത്ര വിഭാഗങ്ങളുടെ വന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൂടിയ വില ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഗോത്രവിഭാഗങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കും. അടുത്ത ചക്ക സീസണിൽ വനമേഖലയിലെ ചക്കകൾ സർക്കാർ വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഇതിന്റെ ആദ്യ പ്രോജക്ട് എന്ന നിലയിൽ നിലമ്പൂർ നെടുങ്കയം വനമേഖലയിലെ ചക്കകളാണ് ശേഖരിക്കുക. വനമേഖലയിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ വീടുകളുടെ നവീകരണത്തിന് 200 കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപ അനുവദിക്കും. പഴയ വീടുകൾ ഈ തുക ഉപയോഗിച്ച് നവീകരിക്കും. 27 പുതിയ വീടുകൾക്ക് PMAY മുഖേന 6 ലക്ഷം രൂപ വീതം അനുവദിക്കും. 8ാം ക്ലാസ്സോ അതിനു മുകളിലോ പഠിക്കുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2.5 ലക്ഷം രൂപ നൽകും. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ വാർഡിൽ സൗകര്യം കുറവാണെന്ന പരാതി പരിശോധിക്കും. ഉന്നതികളിലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിനായി ടൂറിസം മേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസ്റ്റ് ഗൈഡ്, വനം വകുപ്പ് വാച്ചർ തുടങ്ങിയ മേഖലകളിൽ അഭ്യസ്തവിദ്യരായ കായികക്ഷമതയുള്ള ഗോത്രവിഭാഗങ്ങളിലുള്ളവർക്ക് മുൻഗണന നൽകും. വന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വനം വകുപ്പിന്റെ വനശ്രീ ഷോപ്പിലൂടെ വിൽപ്പന നടത്തും. കനോലി തൂക്കുപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. വനമേഖലയിലോ വനാതിർത്തികളിലോ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഉന്നതികളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ഉന്നതികളിലും സന്ദർശനം നടത്തുന്നത്. അടിയന്തരമായി പരിഹരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കും. നെടുങ്കയം ഉന്നതിയിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും. മാഞ്ചേരി കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കും. ഓഗസ്റ്റ് 2-ന് നിലമ്പൂർ മേഖലയിലെ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് ആരണൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, CCF-മാരായ K. വിജയാനന്ദ്, K. കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G. ധനികലാൽ, നോർത്ത് DFO P. ധനീഷ് കുമാർ, കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഉസ്മാൻ, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M. ബിപിൻ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.